വന്ന മെസ്സേജിനെല്ലാം റിപ്ലൈ കൊടുത്തു. ഓഫീസിലെ പുതിയ വാട്സപ്പ് ഗ്രൂപ്പെല്ലാം ചെക്ക് ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും വരാന്തയിലെ ലൈറ്റെല്ലാം ഓഫ് ചെയ്തിരുന്നു. ഫോൺ വിളിച്ചും സംസാരിച്ചും എല്ലാവരും വരാന്തയിൽ കൂടി നിൽക്കുന്നതിനാൽ തൊട്ടടുത്ത റൂമിലുള്ളവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലെന്ന പരാതി കിട്ടിയതുകൊണ്ട് 11 മണിക്ക് ശേഷം ഇപ്പോൾ വരാന്തയിലെ ലൈറ്റെല്ലാം ഓഫ് ചെയ്യണമെന്ന് വാർഡൻ ഉത്തരവിട്ട കാര്യം സാക്ഷി ഇന്നലെ പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നു. ഈ പരാതി കൊടുത്തതേ സാക്ഷി തന്നെ ആവുമെന്ന സംശയം അപ്പോഴേ അതിഥിക്കുണ്ടായിരുന്നു. സാക്ഷിയുടെ അച്ഛൻ പട്ടാളത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായി റിട്ടയർ ചെയ്ത ആളാണ്. അതുകൊണ്ട് അവളുടെ വീട്ടിൽ പണ്ടേ പട്ടാള ചിട്ടയാണ്. ആ ചിട്ടയുടെ ചെറിയൊരു ജീൻ ഇവൾക്കും കിട്ടിയിട്ടുണ്ട്. എന്തായാലും കുളിക്കാതെ കിടക്കാൻ കഴിയില്ല. വിയർപ്പും പൊടിയും ആകെ അഴുക്കാണ്. അവൾ ബക്കറ്റ് എടുത്ത് വരാന്തയിലൂടെ ബാത്റൂമിലേക്ക് നടന്നു. എനിക്ക് ഫേസ്ബുക്കുമില്ല, ഇൻസ്റ്റഗ്രാമുമില്ല. ദയവ് ചെയ്ത് നീ ഒന്ന് വിശ്വസിക്കേ. ആരാണിവിടെ മലയാളം പറയുന്നത്? സെക്കൻഡ് ഫ്ലോറിലേക്കുള്ള കോണിപ്പടിയുടെ അടുത്ത് നിന്നാണ് ശബ്ദം. അവൾ 2 അടി പിറകോട്ട് വെച്ച് ഒന്ന് എത്തി നോക്കി. പടികൾ കയറിയും ഇറങ്ങിയും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി അതിഥിയെ കണ്ടതും ഒരു സെക്കൻഡ് സംസാരം നിർത്തി സംശയത്തോടെ നോക്കി. അവൾ തന്നെയാണ് നോക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ അല്പം ഒന്ന് പരുങ്ങി മറ്റെന്തോ തിരയുന്നത് പോലെ ചുറ്റും നോക്കി. അതിഥി ബാത്റൂമിലേക്ക് വേഗത്തിൽ നടന്നു. മോശമായി. അവൾ എന്തു കരുതി കാണും? അല്ല, അവൾ എന്തു കരുതാൻ? ഞാൻ മലയാളിയാണെന്ന് അവൾക്കറിയില്ലല്ലോ. അപ്പോൾ ഫോൺ വിളിച്ചത് ഒളിഞ്ഞു കേട്ടെന്ന് സംശയിക്കാൻ ഇടയില്ല. അല്പം ആശ്വാസത്തിൽ അതിഥി ബാത്റൂമിലെ ടാപ്പ് തുറന്നു. കുളി കഴിഞ്ഞ് സാക്ഷിയെ ഉണർത്താതെ റൂമിൻ്റെ വാതിൽ ശബ്ദമുണ്ടാക്കാതെ തുറക്കാൻ ശ്രമിക്കുന്നതിനിടെ വരാന്തയിൽ നിന്നും ആരോ കരയുന്ന ശബ്ദം കേട്ട് അവൾ കയ്യിലുണ്ടായ ബക്കറ്റ് താഴെ വെച്ച് കോണിക്കടുത്തേക്ക് നടന്നു. നേരത്തെ കണ്ട അതേ പെൺകുട്ടി തന്നെയാണ്. കോണിയുടെ ഒരു മൂലക്കിരുന്ന് കാലുകൾ കൂട്ടിവെച്ച് മുഖം താഴ്ത്തി കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവളെ അതിഥി തട്ടി വിളിച്ചു. അതെ, നീ ഓക്കെ ആണോ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. മുഖം പൊക്കി കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ ഫോൺ തപ്പിയെടുത്ത് അവൾ 2ാമത്തെ നിലയിലേക്ക് ഓടിക്കയറി. റൂമിലെത്തി ഉറങ്ങാൻ കിടന്നിട്ടും അതിഥിക്ക് ഉറക്കം വന്നില്ല. ഒന്നും ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് അവൾക്ക് തോന്നി. റൂമിൽ പോയി കരയാൻ പറ്റാത്തത് കൊണ്ടാകും ചിലപ്പോൾ ഇവിടെ വന്നിരുന്നത്. പക്ഷേ ഒരാളിങ്ങനെ പൊട്ടിക്കരയുന്നത് കണ്ടിട്ടും ഒന്ന് അന്വേഷിക്കാതെ ആശ്വസിപ്പിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? ഓരോന്നോർത്ത് എപ്പോഴാണ് മയങ്ങിയതെന്ന് അവൾക്ക് ഓർമ്മയില്ല.